ഒടുവിൽ മുസ്ലിം വർഗീയതയ്ക്ക് മുൻപിൽ മുട്ടുകുത്തി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. മുസ്ലിം ലീഗിനെതിരായ പ്രസ്താവന മന്ത്രി പിൻവലിച്ചു. പാർട്ടി സമ്മർദ്ദം ചെലുത്തിയതോടെ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് അറിയിച്ച മാപ്പ് പറയുകയായിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നത്. പ്രജിത്ത്, എന്തൊരു നിലപാടില്ലായ്മയാണ്? നിലപാടില്ലായ്മ മുഖമുദ്രയാക്കിയോ ഈ CPM സംസ്ഥാന സർക്കാരും? പാർട്ടി പറഞ്ഞു സജി ചെറിയാൻ മുട്ടുകുത്തി, അതല്ലേ ശരിക്കും സംഭവിച്ചത്? എന്താണ് എന്നുള്ളതിനു കൂടിയാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം കണ്ണുരുട്ടി, അതോടെ CPM കണ്ണുരുട്ടി, പിന്നാലെ സജി ചെറിയാൻ സ്വന്തം നിലപാട് മാറ്റി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ മലപ്പുറം, കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു കേന്ദ്രീകരണമുണ്ട്. അവിടെയുള്ള സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, അവരുടെ വിജയത്തിലാണെങ്കിലും എല്ലാം ബാധിക്കുന്ന ഒരു ഘടകം മതമാണ്. അത് സജി ചെറിയാൻ തുറന്നു പറയുകയും മുസ്ലിം ലീഗിനടക്കം മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചു കയറുന്ന സാഹചര്യം പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പറയുകയും ചെയ്തു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ എന്നുള്ളത് രണ്ടാമതും പറഞ്ഞു. പക്ഷേ പിന്നീട് ഇപ്പോൾ പാർട്ടി കണ്ണുരുട്ടിയതോടുകൂടി, പ്രത്യേകിച്ച് നേരത്തെ CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലടക്കം സജി ചെറിയാനെതിരെ വലിയ വിമർശനം വന്നിരുന്നു. പരസ്യമായി മുഖ്യമന്ത്രിയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് പിന്തുണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ പിന്നീട് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് ആരും പിന്തുണയ്ക്കാത്ത സാഹചര്യം പാർട്ടിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും വലിയ വിമർശനങ്ങൾ വന്നു. നേരത്തെ ബാലന്റെ കേസിലും സംഭവിച്ചത് തന്നെയാണ്. ബാലൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് സ്വീകരിച്ച് പിന്നാലെ അത് വലിയ വിമർശനം നേരിടുന്ന സമയത്ത് ബാലൻ വന്ന് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറയുമ്പോഴും ബാലൻ അവിടെ ശ്രമിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സന്തോഷിപ്പിക്കാനുള്ള ചില നീക്കങ്ങളാണ് നടത്തിയത്. അതായത് കാട്ടിയത് എന്ന് പറയുന്നത് ഒന്ന് ഖുറാൻ എടുത്തുകൊണ്ടുവന്ന് താൻ ജയിലിൽ പോവുകയാണെങ്കിൽ അവിടെ ഖുറാൻ വായിച്ച് സമയം ചെലവഴിക്കും. അതോടൊപ്പം തന്റെ ചെറുപ്പകാലം മുഴുവൻ ഇസ്ലാമിക മതപണ്ഡിതരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടാണ് ചെലവഴിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നടത്തിയത്. ഈമാനുള്ള കമ്മ്യൂണിസ്റ്റ് ആണ് താൻ എന്നൊക്കെ ബാലൻ പറയുകയും ചെയ്തു. അപ്പോൾ അതും ഒരു മുസ്ലിം പ്രീണനം, കൃത്യമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയുള്ള, അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമായി കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സജി ചെറിയാനും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ ഒരു യാഥാർത്ഥ്യം, എങ്ങനെയാണ് ഇസ്ലാമിക സംഘടനകൾ, ഇസ്ലാം സമൂഹം കേരളത്തിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പറയുമ്പോൾ ആ യാഥാർത്ഥ്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം വേട്ടയാടപ്പെടുന്നു. അതിന് സ്വന്തം പാർട്ടി പോലും പിന്തുണ നൽകുന്നില്ല. ഒടുവിൽ സ്വന്തം പാർട്ടി തന്നെ അദ്ദേഹത്തെ കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയിപ്പിക്കുകയും ചെയ്തു. ബാലന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെയുള്ള മുസ്ലിം പാർട്ടി കണ്ണുരുട്ടി, സജി ചെറിയാൻ മുട്ടുകുത്തി. അതാണ് മുസ്ലിം വർഗീയതയ്ക്ക് മുൻപിൽ വീണ്ടും മുട്ടുകുത്തുന്ന സർക്കാരിന്റെ നിലപാട്. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.